വിവിധ ഷെയ്ഡിംഗ് രീതികളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ചെയ്തു വരുന്നത്. ബിന്ദുജം ചെയ്തു, രൈഖികം ചെയ്തു, പത്രകം ചെയ്തു. ഇന്നിനി നമുക്ക് ലേപനം എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു നദി ഒന്ന് വരച്ചു നോക്കാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ വിവിധ രീതിയിലുള്ള ഷെയ്ഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ചെയ്തു വരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബിന്ദുജം എന്ന് പറഞ്ഞ ഒരു രീതി, അതായത് ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന രീതി, അത് നമ്മൾ ഓൾറെഡി കുറച്ചൊരു ഡെമോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് രൈഖികം. രൈഖികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന രീതി. അതിനുവേണ്ടി നമ്മളൊരു താമരപ്പൂ വരച്ച് നോക്കി. അത് കഴിഞ്ഞ് പത്രകത്തിൽ നമ്മൾ ഒരു സർപ്പത്തെ വരച്ച് നോക്കി. അതിൽ ചെറുതായിട്ട് നമ്മൾ പത്രകം രീതിയിൽ അതിൻ്റെ ഡിസൈനിൻ്റെ മുകളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് നോക്കി. ഇനി ലേപനം എന്ന് പറഞ്ഞ രീതിയാണ് ബാക്കിയുള്ളത്. ലേപനം ശരിക്കും ഒരു ഷെയ്ഡിങ് രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മറ്റൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. അതായത് ലേപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷുകളാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്തെ ഭിത്തികളിൽ ഈ ചുവർച്ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നിറങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭിത്തിയിലേക്ക് നിറങ്ങൾ വല്ലാതെ വലിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഈ വലിഞ്ഞു പോകുമ്പോൾ ഇത് പലതവണ പല വാഷുകളായിട്ട് അതിൻ്റെ മുകളിൽ കളറുകൾ കൊടുത്തിട്ടാണ് നമുക്ക് വേണ്ട ഒരു ഡാർക്ക്നെസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്നത്തെ രീതിയിൽ നമ്മൾ വലിയ ക്യാൻവാസുകളിലൊക്കെ വരച്ചു തുടങ്ങിയ സ്ഥിതിക്ക്, അതായത് വലിയ വലിയ വർക്കുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഡോട്ട്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ രൈഖികമായ രീതിയിലൊന്നും പലപ്പോഴും വലിയ വർക്കുകൾ നമുക്ക് തീർക്കാൻ സാധിക്കാത്ത വരുന്ന സമയത്ത് പലരും ലേപനം എന്ന് പറഞ്ഞ രീതി ഒരു ഷെയ്ഡിംഗ് ആയിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. നമ്മൾ ഡോട്ട്സ് ഒന്നും ഇട്ടിട്ടല്ല, പല ഒരു കളറിന്റെ തന്നെ ഡാർക്ക്നെസ്, അതിന്റെ ഗ്രഡേഷൻ മാറ്റി നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് ലേപനമായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ലേപനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ രൈഖികം ചെയ്തപ്പോൾ ആ താമരയിൽ ഒരു മാല നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ മാലയിലൊക്കെ ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലേപനം എന്ന് പറഞ്ഞ ഒരു രീതി തന്നെയാണ്. കാരണം നമ്മൾ പല തലങ്ങളിലായിട്ട് ആ കളർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത് വളരെ വാഷുകളിലൂടെ തന്നെയാണ്. അപ്പൊ അതാണ് ശരിക്കും ലേപനം, വാഷ്. സാധാരണ വലിയ ബ്രഷുകൾ ഉപയോഗിച്ച് വലിയ പ്രതലങ്ങളിൽ നമ്മൾ നിറം കൊടുക്കുന്നതിന് ലേപനം എന്ന് പറയുന്നത്. ത്രിമാന സ്വഭാവം കൊണ്ടുവരിക അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് എപ്പോഴും ഷെയ്ഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ലേപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷെയ്ഡിങ് രീതിയല്ല. പക്ഷെ വർക്ക് ഇപ്പോൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില ഏരിയകളിൽ നമ്മൾ ലേപനം കൊണ്ട് മാത്രം ചെയ്യുന്ന ചില ഏരിയകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലേപനം ഒരു ഷെയ്ഡിങ് ആയിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആകാശം ചെയ്തപ്പോൾ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, എങ്ങനെയാണ് ജലം അല്ലെങ്കിൽ ഒരു നദി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഒരുപാടുണ്ടായിരുന്നു. ഒഴുക്ക് എപ്പോഴും നമ്മൾ കാണിക്കാനായിട്ട് എപ്പോഴും വാഷ് രീതികൾ വളരെ ഭംഗിയാണ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കൊരു നദി എങ്ങനെ ലേപന രീതിയിൽ ഡോട്ട്സ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു നദി അല്ലെങ്കിൽ ഒരു ജലാശയം വരയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ ഓൾറെഡി സ്കെച്ച് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ യെല്ലോ ഓക്കർ ഗാംബേജ് ആ ഒരു മിക്സ് വെച്ചിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന നദിയാണ്, അതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് നമ്മൾ കളർ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂഷ് ഗ്രീൻ കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഞാൻ ഔട്ട്ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഇത് പ്രഷ്യൻ ബ്ലൂവും സാഗ് ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നീല നിറം നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ സാധാരണ മ്യൂറലിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുന്ന കാരണം ഞാൻ പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഒപ്പം കുറച്ച് സാഗ് ഗ്രീനും കൂടി ചേർത്തിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നീല നിറം പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ആ കളർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കോ. നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഞാൻ വാഷ് ചെയ്യണം ആദ്യം. നമ്മൾ ആ വരയ്ക്കാനുള്ള ഏരിയ മുഴുവൻ നമ്മൾ നേരത്തെ ഇങ്ങനെ അലകൾ പോലെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അലകൾ ഇടുന്ന പോലെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നദിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്ക് കാണിക്കാൻ വേണ്ടി സാധാരണ നമ്മളിങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ കംപ്ലീറ്റ് നമ്മൾ വരച്ചിരിക്കുന്ന എല്ലാ ഏരിയയും ഞാൻ ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. ഈ വാഷാണ് ശരിക്കും ലേപനം. ഇതിങ്ങനെ നമ്മൾ പലതവണ പണ്ടത്തെ മ്യൂറലുകളിൽ ഉപയോഗിക്കുമായിരുന്നു. ചുമരിൽ പിടിക്കുന്നവരെ ഒരുപാട് ലെയറായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഷെയ്ഡിങ്ങിന് നമ്മൾ കുറച്ച് ഗ്രഡേഷൻസ് മാറ്റി നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. ഒരു താമര ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു താമര ഒരു മൊട്ട് ഞാൻ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അത് നദിയാണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഒരു താമരയും ഒരു താമരമുട്ടുണ്ട്, അത് മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കി സ്ഥലം മുഴുവൻ ഞാനൊരു കളർ കൊടുക്കുകയാണ്. ആ ഒരു വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വർക്ക്. ഇതിൽ ഒരുപാട് നമുക്ക് ഡെക്കറേറ്റീവായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ടും വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഒരൊറ്റ കളറിൽ നമ്മളൊരു വാഷ് ചെയ്തു. ആ കളർ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പ്രഷ്യൻ ബ്ലൂവും സാഗ് ഗ്രീനും കൂടി ഉള്ളൊരു മിക്സ് വെച്ചിട്ടാണ് ഞാൻ ആ കളർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ഏതാണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഏരിയയാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് ഷെയ്ഡ് ചെയ്യണം.
ഇതിന് ഇന്ന മാതിരി വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേവ്സ് ആയിട്ട് ഇങ്ങനെ വെറുതെ നേരെ വരച്ച് പോവാം. ഇത് ഒരു കുറച്ച് സ്റ്റൈലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പല രീതിയിലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ. ഇനി ഞാൻ അതിൻ്റെ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ സ്വല്പം ബേൺസ് ചെയ്യാനും കൂടി ഞാൻ ബ്രൗൺ കളർ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ഡാർക്കറായിട്ടുള്ള ഒരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് നോക്കിക്കോളൂ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. സൈഡ് മാത്രം ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഷെയ്ഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കൊണ്ട് അതങ്ങോട്ട് ഒരു യൂണിറ്റി വരുത്തണം, ഒരേപോലെ ആക്കണം, യൂണിഫോം ആക്കണം എല്ലായിടത്തും നിങ്ങൾ. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ അതിൻ്റെ തിയറി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇതിൽ ഒരുപാട് രീതികളിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ആ സൈഡിൽ കൂടി നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് മാത്രം നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്യും. നമ്മൾ വരച്ചിട്ടിരിക്കുന്നതിൻ്റെ സൈഡ് മാത്രം നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരും. ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ വാട്ടർ നല്ലതായിട്ട് വെള്ളം ചേർത്തിട്ട് നിങ്ങളിങ്ങനെ അത് വളരെ ലൈറ്ററാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊന്നും കൂടി ഷെയ്ഡ് ചെയ്യണം. അതിന് നമ്മൾ ചെറിയ ബ്രഷാണ് കുറച്ചും കൂടി എടുക്കുന്നത്. കളർ നമ്മൾ കുറച്ചും കൂടി ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബ്ലൂയിഷ് കളറിൽ സ്വല്പം ഗ്രീൻ ചേർത്തിട്ട് ഡാർക്ക് ആക്കിയിട്ട് എടുക്കണം. പ്രഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീൻ മിക്സ് തന്നെയാണ് എടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്കിത് ഇത്തിരി ഉണങ്ങണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി അടുത്തൊരു ലെയർ ചെയ്യാൻ പോകും. നമ്മളിനി പ്രഷ്യൻ ബ്ലൂ കൂടുതൽ എടുത്തിട്ടൊരു ഡാർക്ക് മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി നമ്മൾ ഷെയ്ഡ് ചെയ്യാം. നമ്മൾ ആദ്യം വരച്ച വരയുടെ സൈഡിൽ നിന്ന് നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ മിക്സ് വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡിങ് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ശരിക്കും ആ ഒരു വെള്ളത്തിൻ്റെ വേണ്ട ഒരു ഷെയ്ഡിങ് ലെവലിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ആദ്യം വരച്ച വരയുടെ സൈഡിൽ കൂടി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡാർക്കർ ആ പ്രഷ്യൻ ബ്ലൂ സാപ്പ് ഗ്രീൻ മിക്സ് കൂടുതൽ ബ്ലൂ ആണ് എടുക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു സൈഡ് മാത്രം നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യണം. കണ്ടോ, ഇത് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ശരിക്കും ആ ഒരു അലകൾ വെള്ളത്തിലിങ്ങനെ ആ ഒരു ഓളം പോലുള്ള ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് പല രീതികളിൽ ചെയ്യാം കേട്ടോ. ഇത് നടുക്ക് വെള്ളം മാത്രം ഇട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പത്തിന് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം ഉപയോഗിക്കാവുന്ന ഏരിയകളാണ്. നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെറിയ വർക്കുകൾ ഞാൻ ഈ ചെറിയ വർക്കുകൾ ആദ്യം ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ സാധിക്കണം വർക്കുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് കമൻറ്റുകളായിട്ട് ചോദിക്കാം. ഷെയ്ഡിങ് ആണ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു മ്യൂറലിനെ സംബന്ധിച്ച്. അത് നിങ്ങൾ വളരെ സമയമെടുത്ത് ഭംഗിയായിട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഏതാണ്ട് ഷെയ്ഡിങ്ങിൻ്റെ ഒരു ലെവൽ കംപ്ലീറ്റ് ആയിട്ടിരിക്കും. താമര നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്യാൻ പോകുന്നു. താമര നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ് എങ്കിലും നമുക്ക് ഇതിലൊന്ന് ചെയ്തേക്കാം. ഞാനിതിൽ സ്വല്പം ഡാർക്കർ ആക്കാൻ വേണ്ടിയിട്ട് സ്വല്പം ബേൺസിയനെ റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളിങ്ങനെ ഔട്ട്ലൈൻ മാത്രമായിട്ട് നമ്മളൊന്ന് വരയ്ക്കണം. ഇത് വേറെ ഒന്നുമില്ല, താമര ചെയ്യാനുള്ള കാരണം നമ്മളത് വാട്ടറാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പഴയ മ്യൂറലുകളിലൊക്കെ ഇങ്ങനെ ചില ഉപയോഗങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചൊരു അത് വാട്ടർ തന്നെയാണെന്നുള്ളൊരു രജിസ്ട്രേഷനാണ് പഴയ മ്യൂറലുകളിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടൊരു താമരയും കൂടി നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. വളരെ ലൈറ്റായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ താമര. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അത്ര നമ്മളൊരു സ്പെസിഫൈ ചെയ്യുന്നില്ല. വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ് താമര, ജസ്റ്റ് ഒന്നൊരു താമരപ്പൂവാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അടിവശം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഡാർക്കറാക്കാം. നമ്മൾ ബ്രഷിൽ കൂടുതൽ വാട്ടർ എടുത്തിട്ട് നമ്മളുള്ള കളർ വെച്ച് തന്നെ ബ്രഷിലുള്ള കളർ തന്നെ മതി. കൂടുതലായിട്ട് നമ്മൾ കളർ എടുക്കേണ്ടതാണ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ നമ്മൾ മുകളിൽ നമ്മൾ ആ പേപ്പറിൻ്റെ വൈറ്റ് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ആ മുട്ട കൂടി നമുക്കൊന്ന് കളർ ചെയ്യാം താമരയുടെ. ഇതേപോലെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് റെഡ് നമ്മൾ അടിയിൽ ചെയ്തു. ഇപ്പോൾ ബ്രഷ് ശരിക്കും വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് താമരയുടെ തണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാപ്പ് ഗ്രീൻ കളർ മാത്രം ഉപയോഗിച്ചാൽ മതി. സാപ്പ് ഗ്രീൻ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഞാനൊന്ന് ചെയ്യാൻ പോകണം. തണ്ട് 2 താമരയുടെ തണ്ടുകൾ നമ്മൾ സാപ്പ് ഗ്രീൻ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഡെപ്ത് വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൂട്ടിയേക്കാം. പ്രഷ്യൻ ബ്ലൂ കൂടുതലായിട്ട് എടുത്തിട്ട് സൈഡ് മാത്രം ഇതങ്ങനെ എല്ലാ വരകളുടെയും ഡെപ്ത് നമ്മളിത് കൂട്ടുകയാണ്. നമ്മൾ നേരത്തെ വരച്ച ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ആ ഔട്ട്ലൈൻ്റെ അവിടെ നിന്ന് തന്നെ കുറച്ചൊന്ന് പരത്തി ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഷെയ്ഡിങ് എഫക്റ്റ് പോലെ തന്നെ കിട്ടുകയും ചെയ്യും.
ഇത് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് എത്ര ഡെപ്ത് വേണം. ചിലർക്ക് അധികം ഡാർക്ക്നെസ് ഇഷ്ടാവില്ല, കളർ ലൈറ്റർ കളറായിരിക്കും ഉപയോഗിക്കുന്നത് ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനൊന്ന് കുറച്ചൊന്ന് ഡാർക്ക് ആക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഡെപ്ത് കുറച്ച് കൂട്ടിയിരിക്കണം കേട്ടോ. ആ ഒരു വേവ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അലകൾ പോലെ നമ്മൾ വരച്ചിട്ടില്ലേ, അതിൻ്റെ ഡെപ്ത് കുറച്ച് നമ്മൾ കൂട്ടി. താമര വളരെ ഡള്ളായിട്ട് വളരെ കളർ കുറച്ചിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത് താമര. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താമര വേണമെങ്കിൽ കൂടുതൽ കളർ യൂസ് ചെയ്യാം, ഷെയ്ഡിങ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിൽ വെള്ളത്തിനാണ് നമ്മുടെ പ്രാധാന്യം, അതുകൊണ്ട് തന്നെ വെള്ളമാണെന്ന് കാണിക്കാൻ താമര വരച്ചു എന്നുള്ളതുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ബ്ലാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ബ്ലാക്ക് ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളറിൽ തന്നെ ഔട്ട്ലൈനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർക്കാം, ഇപ്പം ഞാൻ ചെയ്ത പോലെ. പക്ഷേ ഞാൻ ഏതായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നതിൽ 000 ബ്രഷാണ്. വളരെ ചെറിയ ബ്രിസിൽസോട് കൂടിയ വളരെ ചെറിയൊരു ബ്രഷാണ്. നമ്മൾ എപ്പോഴും നമ്പർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള ബ്രിസിൽസ് ഉണ്ടോയെന്നും കൂടി നിങ്ങൾ നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് 00 നല്ല ബ്രിസിൽസ്, നല്ല പോയിൻ്റ് ആയിട്ടുള്ള ബ്രിസിൽസുള്ള കിട്ടുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ. അതേപോലെ ബ്ലാക്ക് ചെയ്യുമ്പോൾ എല്ലാ ലൈനുകളും ബ്ലാക്ക് ചെയ്തോളണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീഷൻ നിങ്ങൾക്കപ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യും. ബ്ലാക്ക് ചെയ്യുമ്പോൾ ബ്രഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറിയ ബ്രിസിൽസ് ഉള്ള നല്ല ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വാട്ടർ കളറാണ്, റീവർക്കിനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യമൊക്കെ കുറേ ചെയ്യുമ്പോഴൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരും, നോക്കണ്ട, നിങ്ങൾ ചെയ്ത് പോവുക കേട്ടോ. നമ്മളേതാണ്ട് ബ്ലാക്ക് തീരാറായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള. ബ്ലാക്ക് നിങ്ങളിട്ട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കാം. ഇല്ല ബ്ലാക്ക് വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്കായിട്ടുള്ള ആ ഒരു പ്രഷ്യൻ ബ്ലൂ സാപ്പ് ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡമാണതല്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ആ ഒരു അലകൾ പോലുള്ള ആ വെള്ളത്തിൻ്റെ സൈഡ് മുഴുവൻ ബ്ലാക്ക് ഇട്ടിരിക്കുന്നു. ഇനി നമുക്ക് താമരയും കൂടി നമുക്കൊന്ന് ബ്ലാക്ക് ലൈൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. നമുക്കിനി താമര ഒന്ന് ചെയ്യാം. ആ താമരയുടെ തണ്ടും നമ്മളിങ്ങനെ സൈഡിൽ കൂടി ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ താമര വളരെ ഡള്ളായിട്ടാണ് ചെയ്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. കുറച്ചും കൂടി ഡെപ്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടി കാണിച്ചു തരാം. സ്വല്പം ഡെപ്ത് വേണമെങ്കിൽ താമരയുടെ കൂട്ടാം. താഴെ മാത്രം നമ്മളിങ്ങനെ ചെയ്താൽ മതി. ചെയ്തിട്ട് വാട്ടർ വെച്ചിട്ട് വാട്ടർ മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് താമര ഇനി കളർ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. താമര അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു ബിന്ദുജം രീതിയിലോ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ഡോട്ട്സ് പോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ലെയറിൽ പെട്ടിരിക്കുന്നത്. താമരയ്ക്ക് ഡെപ്ത് തോന്നണം എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ലൈറ്റർ കളേഴ്സിൽ വരയ്ക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ താമര ആദ്യമേ അധികം കളർ ഇടാതെ ഞാൻ ചെയ്തതാണ്. നമ്മളിപ്പോൾ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു നദി എങ്ങനെയാണ് വരയ്ക്കണേ എന്നുള്ളതിൻ്റെ ഒരു ഡെമോയാണ് നമ്മൾ ചെയ്തത്. ആദ്യം ഞാൻ സ്റ്റെപ്സ് ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. പ്രഷ്യൻ ബ്ലൂ സാപ്പ് ഗ്രീൻ കോമ്പിനേഷനിൽ നമ്മൾ ആദ്യം ഈ ഔട്ടർ ലൈൻസ് എല്ലാം വരച്ചതിന് ശേഷം അതേ കളറിൻ്റെ തന്നെ ഒരു ലൈറ്റർ വേർഷൻ എടുത്തിട്ട് നമ്മൾ ഫുൾ വാഷ് ചെയ്യും. അതിൽ താമര മൊട്ടും മാത്രം നമ്മൾ മാറ്റി, ബാക്കിയെല്ലാം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഗ്രഡേഷനിൽ നമ്മളൊന്ന് അതിൻ്റെ സൈഡിൽ കൂടി തന്നെ നമ്മുടെ ഔട്ടർ ലൈൻ്റെ അതിൽ കൂടി തന്നെ ഷെയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നും കൂടി അതിൻ്റെ കുറച്ചും കൂടി പ്രഷ്യൻ ബ്ലൂ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് കളറും കൂടി ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് വരച്ചു. താമരയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഡ് താഴേന്ന് വരച്ചിട്ട് മുകളിൽ ആ ഒരു വൈറ്റ് കളർ, ആ ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടി ആ വൈറ്റ് കളർ. ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ജലം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു നദി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരയ്ക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു നദി എങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതോടുകൂടി നമ്മൾ ചുവർ ചിത്രങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 4 ഷെയ്ഡിങ് രീതികൾ തീർത്തിരിക്കുകയാണ്. ബിന്ദുജം, രൈഖികം, പത്രകം, ലേപനം. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഞാൻ വളരെ ചെറിയ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അധികം ഡെക്കറേറ്റീവ് അല്ലാതെ ഏറ്റവും ബേസ് ആയിട്ട് ഞാൻ പോകുന്നതിൻ്റെ ഒരു റീസൺ തന്നെ നിങ്ങൾക്ക് ഒപ്പം വരച്ചു പോകാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഒപ്പം വരച്ചു നോക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള കാര്യത്തെക്കുറിച്ച് വരച്ച് കാണണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റുകൾ ഇടുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇനിയുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വരയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.